എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. കണ്ണൻകുട്ടീനെ ഞാനിങ്ങനെ തലപൊക്കി പിടിക്കാനായിട്ട് ഇങ്ങനെ കിടത്താറുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലപൊക്കലും ഭയങ്കര ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ നമ്മുടെ കല്യാണിക്കുട്ടി ഉണ്ട് കേട്ടോ കൂടെ. അവനെ ഇങ്ങനെ തല പൊക്കിച്ച് നോക്കാനായിട്ട് എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പം അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കല്യാണിക്കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കണ്ണൻ കിടന്നിടത്തുനിന്ന് നീങ്ങോ നിരങ്ങോ മറയോ കമഴോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതും കൂടെ ഈ ഒരു വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടാ. ഈ കാണിച്ചു കൊടുക്ക്, പിയാനോ കാണിച്ചു കൊടുക്കും. അവിടെയാ മാനത്ത് കൊണ്ടുപിടിക്കല്ലേ കണ്ണൻ ചേട്ടോ. അയ്യോ കണ്ണൻ കുറേ നേരം ഭയങ്കര സർക്കസ് ആയിരുന്നേ. ഇപ്പം വയ്യാണ്ടായി കണ്ണന്. കണ്ണൻ ചാച്ചാ ചാച്ചാ കണ്ണാ ചാച്ചാ എവിടെ നിന്നാന്ന്? ആരെവിടെ ഒരു പിയാനോ വായിക്കുന്ന പെണ്ണ് നോക്കിയേ. എവിടെയാ എവിടെയാ? വയ്യാണ്ടായി കാണും ചേട്ടന്. കണ്ണാ പൊന്തണില്ലേ? പൊന്തണിൽ ഇത്ര കണ്ണുണ്ടോ നിനക്ക്? പൊന്തണില്ലേ? ഇത്ര നേരം ഇങ്ങനെ മറഞ്ഞും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വയ്യാണ്ടായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പം ഇനി ഞങ്ങൾക്ക് പൊന്താനും പറ്റാറുണ്ടായി എന്നാ. അപ്പം ഞങ്ങൾക്ക് പൊന്താനും പറ്റാണ്ടായി. അയ്യോ ഇത്ര നേരം പൊന്തിയും കൊണ്ട് കിടക്കായിരുന്നു. അമ്മ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വയ്യാണ്ടായി. എന്തോരെന്ന് വെച്ചാൽ പൊന്തല്ലേ. ആ ഞാൻ പോവാടാ കണ്ണപ്പിയെ, നാളെ വരാം. ഞാൻ പോവാടാ കണ്ണപ്പിയെ, ഞാൻ പോവാ. എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ പോവാ. അമ്മ പോയി. അമ്മ പോയിട്ടാ. അമ്മ പോവാട്ടാ. നോക്കി അമ്മ പോവാന്ന് പറയും. അമ്മ ചെല്ലൂർക്ക് പോവാണ്. അമ്മ ചെല്ലൂർക്ക് പോവാ. നോക്കിയില്ലെങ്കിൽ അമ്മ ഇപ്പൊ പോവും ചെല്ലൂർക്ക്. നോക്കിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെല്ലൂർക്ക് പോകും. ഇപ്പൊ ദേ വണ്ടി കയറാൻ പോവാ. പോട്ടെ ദേ ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നിട്ട് കല്ല അമ്മ പോവാട്ടെ ചെല്ലൂർക്ക്. ഡ്രസ്സ് വന്ന് അമ്മ പോവാട്ടെ ചെല്ലൂർക്ക്. ഇനി പുറത്ത് ഞാൻ പോവാടാ കല്ലും പോവാ. വാട കല്ലോ നമുക്ക് പോവാടി. ഞാൻ പോവാ കണ്ണാ. അന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ പോവാ ഇപ്പൊ ചെല്ലൂർക്ക്. കല്ല് വാടി ഡ്രസ്സ് മാറവാ. ഡ്രസ്സ് ഇടാ. ഞങ്ങൾ ഡ്രസ്സ് മാറട്ടെ. പൊന്തില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പോവോ. വാക്കല്ലോ അമ്മ പോയി പറയാം. കണ്ടുപിടിച്ചല്ലോ അമ്മേനെ, കണ്ടുപിടിച്ചല്ലോ കണ്ണൻ ചേട്ടേ. ഫാൻ ഉണ്ടാ ഈ റൂമിൽ? ഫാൻ ഉണ്ടാ? എവിടെ പൊന്താണ്ടയാ? പൊന്താൻ പറ്റുന്നില്ലേ? ഒന്ന് പറ്റിക്കോ. ഇപ്പൊ നെഞ്ചു പോക്കാൻ പറ്റുന്നില്ലേ കല്ലോ? അത്ര നേരം നെഞ്ചു പോക്കി. ഇതെന്താ അവിടെ അങ്ങനെ മറഞ്ഞോ? വീഴോ? കട്ടില് വന്ന് വീഴോ? കട്ടില് വന്ന് വീഴോ? അതെ മറഞ്ഞു പോണ അങ്ങട്. മറയാനൊക്കെ പഠിച്ചു. എല്ലാവരും ചോദിക്കാറുണ്ട് കണ്ണൻ മറയോ. നീ ആക്കണ്ട, കണ്ണഞ്ഞേട്ട് തന്നെയോ. കൈ അത് അവൻ തന്നെ റെഡി ആക്കട്ടെ. കൈയും കാലാക്കിയില്ലേ, അവൻ തന്നെ റെഡി ആക്കട്ടെ. പറയട്ടെ. നിങ്ങിക്ക് തന്നെ പറയും. വീടെടുത്തിട്ട കാട്ടിലും വന്ന് അങ്ങനെ നീങ്ങും മറിയൊക്കെ ചെയ്യ്. പെട്ടെ സർക്കസാണ് ഇവിടെ. തലകുത്തിയാണല്ലോ നിക്കണേ. പൊന്നു ദൈവേ, ഇവൻ എന്തിട്ടൊക്കെയാ കാണിക്കുന്നത്? ഇവന് എന്തൊക്കെ സർക്കസാ കാണിക്കുന്നത്? കാലൊക്കെ ഇരിക്കണ നോക്ക്. കാലൊക്കെ അങ്ങോട്ട് മറയും. പിന്നെ ബാക്കിലേക്ക് കല്ലിൻ്റെ അടുത്തേക്ക് പോട്ടെ. അങ്ങോട്ട് പോക്കോ. കാലങ്ങോട്ട് വെച്ചേരാ.
എടാ കമഴ്ത്തിക്കെടുത്തവ എന്തേ മലർന്ന് കിടക്കണ്. എടാ എടാ കമഴ്ത്തിക്കെടുത്തവ എന്തേ മലർന്ന് കിടക്കണ്. കൊറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടാ, കണ്ണ് ചെരിഞ്ഞു കൊടുക്കുവോ, മലർന്നു പോവോ, നീങ്ങോ, നിരങ്ങോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കണ്ണൊക്കെ കിടത്തിയോടത്ത് തന്നെയാണോ കിടക്കുക, കൈയും കാലും എനക്കില്ലേ, കൈയും കാലും ഒന്നും അവന് സ്വയം എനക്കാൻ പറ്റില്ലേ, കാലനക്കോ കൈ എനക്കോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല വേണ്ട അപ്പം അതിനൊക്കെയുള്ള മറുപടി കിട്ടിയില്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് ഞാൻ അവനിങ്ങനെ കിടത്തി വെക്കായിരുന്നു. അപ്പോൾ അത് മലർത്തി കിടത്തിയപ്പോൾ കവിടുന്ന് പോയി അങ്ങനെ എന്താ കണ്ട് ചെയ്തായിരുന്നു. അത് കാണിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കണ്ണൻകുട്ടികൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോൾ കുറേ നേരം ഇരുന്ന് TV ഒക്കെ കാണും അല്ലേ വേണ്ട. പിന്നെ എന്തിട്ട് ചെയ്യാ, പിന്നെ ഇടയ്ക്കൊക്കെ റോട്ടിൽ കൂടെ ഓടി നടക്കണമൊക്കെ കാണാം. ഞാനപ്പോൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് കയറ്റും, കയറടാ വീട്ടിലേക്ക് കയറടാ, റോട്ടിൽ നടന്നത് മതിയിടാ എന്ന് പറഞ്ഞിട്ട്. അല്ല വേണ്ട കാരണം ഉറങ്ങാറായിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സസൈസും കാര്യങ്ങളും എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ അത് വേഗം ഉറങ്ങിക്കോളും. അപ്പം ആ ക്ഷീണം കൊണ്ട് അങ്ങനെ വേഗം ഉറങ്ങിക്കോളും. അപ്പം വയ്യാണ്ടായിട്ട് ഞങ്ങൾ കുറേ നേരമായി ഞങ്ങൾ സർക്കസ് കളിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ കാലും കൈയൊക്കെ പൊക്കി പിടിച്ചുള്ള സർക്കസ്. ഭയങ്കര സർക്കസുകാരനാണ് അല്ല. അപ്പോഴേ കണ്ണൻ്റെ ഈ കുഞ്ഞ് സർക്കസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കണ്ണ ടാറ്റ പറഞ്ഞേ കൈ ഒന്ന് പൊക്കി ടാറ്റ പറഞ്ഞേ. പറഞ്ഞേ എന്നെ കടിക്കാൻ പോണോ? ടാറ്റ പറയടോ. അയ്യോ കണ്ണൻ വീട് പോയി. കൈ എവിടെയാ? കൈ ഇവിടെ ഞങ്ങളുടെ പെട്ടുപോയി, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റണ്ടേ കൈ? ടാറ്റ പറയ് എങ്ങനെ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നത്. കാണാൻ ഇപ്പൊ എന്നെ കടിച്ചു മുറിച്ച് കളയുക കണ്ടെന്ന് അല്ലേ ഏട്ടാ.